സമയം പട്ടാപ്പകൽ 3:53. എന്താണെന്നറിയില്ല, കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. സാധാരണ എനിക്ക് ഓഫീസിൽ വരേണ്ട സമയങ്ങളിൽ ഞാനിവിടെ ലണ്ടനിൽ വരുമ്പോൾ ഇവിടെ ഒരു ഹോസ്റ്റലിലാണ് റൂം എടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല രാത്രി. അപ്പോൾ ഞാൻ ജസ്റ്റ് രാവിലെ എണീച്ചു, ജസ്റ്റ് സൺറൈസ് എപ്പോഴാണെന്ന് നോക്കി 7:51. അപ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലേസ് ടു വാച്ച് സൺറൈസിന് അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജാണ് കാണിക്കുന്നത്. ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയത്. ലണ്ടൻ ബ്രിഡ്ജ് ഞാൻ പോയിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ഉറക്കം. ഇത് ഞാൻ താമസിച്ച ഹോസ്റ്റലാണ്, നൈസ് ഹോസ്റ്റലാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. നമുക്ക് ഇവിടെ ലണ്ടനിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് ഒരു 10-12 പൗണ്ടിനൊക്കെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇത് ഷെപ്പേർഡ് ബുഷ് എന്ന സ്ഥലത്താണ്, താഴത്ത് ബാറുണ്ട്, നമുക്ക് ചില്ലടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ പട്ടാപ്പകൽ ഇറക്കിയത് കാരണം അണ്ടർഗ്രൗണ്ട് തുറന്നിട്ടില്ല. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തേരാപ്പാര നോക്കിയിരിക്കുവാണ്. ഇത് പട്ടിയല്ല കേട്ടോ, ഇത് കുറുക്കനാണ്. ലണ്ടനിലെ കുറുക്കൻ തെരുവോരങ്ങളിൽ അലഞ്ഞടക്കുന്ന കാഴ്ചയാണത്. ഇപ്പം ടെമ്പറേച്ചർ 2 ഡിഗ്രിയാണ്, പക്ഷെ നോക്കുമ്പോൾ വലിയ സീനുകളുണ്ട്. വണ്ടി സ്റ്റേഷൻ അങ്ങോട്ട് ഓപ്പൺ ആകുന്നില്ല, എന്തൊക്കെയോ സീനുണ്ട്. അപ്പം ഓപ്പൺ ആകാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമുക്കിങ്ങനെ കുറേ സൈക്കിൾസ് ഉണ്ട്, നമുക്ക് ഓടിക്കാം. അപ്പോൾ സൈക്കിൾ എടുത്തിട്ടൊരു പെടച്ചാലെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. തണുപ്പുണ്ട്, ലെറ്റ്സ് ട്രൈ. സൈക്കിൾ നടപടിയാവുന്നു എന്നുള്ള ഇവിടെ 40 മിനിറ്റാണ് കാണിക്കുന്നത്. അത് ഏകദേശം യൂബറിന് പോകുന്ന കാശകം തന്നെയാവും. പിന്നെ അതുപോലെ നല്ല തണുപ്പുണ്ട്, ഡാർക്കാണ്. അപ്പോൾ സൈക്കിളിൻ്റെ പ്ലാൻ അങ്ങോട്ട് ഉപേക്ഷിച്ച് പിന്നെ അങ്ങോട്ട് പോസ്റ്റാണ് ഇവിടെ. എൻ്റെ പിന്നെ ഫൈനലി സാധനം ഓപ്പണായി. നമ്മൾ സെൻട്രൽ ലൈനാണ് പിടിക്കാൻ പോണത്. മിക്കവാറും ലണ്ടൻ ബ്രിഡ്ജ് എത്തുമ്പോൾ ഫോണിൻ്റെ ഇടപാട് തീരും, ഫോണിൻ്റെ ചാർജ് തീരാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് വന്ന് ചാടിയേക്കണേ. അപ്പോൾ ബാങ്കിൽ നിന്നാണ് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോകുന്നത്. ബാങ്കിൽ ഇറങ്ങിയിട്ട് ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോകണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിവിടെ സ്റ്റാൻഡിങ്ങുള്ള ആൾക്കാർ റൈറ്റ് സൈഡ് നിൽക്കുക, നമ്മൾ ലെഫ്റ്റ് സൈഡ് നിന്നാൽ ഇവന്മാരെ ഒന്ന് ഇടിച്ചിട്ടിട്ട് പോകും നമ്മൾ. അപ്പോൾ അതിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം. നാട്ടിൽ ആ പരിപാടി ഇല്ലല്ലോ, ഇവിടെ അങ്ങനത്തെ സീനുണ്ട്. ഏറ്റവും ഭയങ്കര ഫാസ്റ്റാണ് ആൾക്കാർ. ഇതിപ്പോൾ രാവിലെ ആയതൊന്നും ഇവിടെ തിരക്കും സീനൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ആൾക്കാർ ഇടിച്ചിട്ടിട്ട് പോകും, അത്രയ്ക്ക് തിരക്കാണ്. ഒരുപാട് വീഡിയോ എടുക്കാനുണ്ട്, പക്ഷെ ഫോണിൽ ചാർജില്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, ഓഫീസിലേക്ക് പോവുക, അതാണ് എൻ്റെ പ്ലാൻ. അല്ലാതെ വ്ളോഗ് സെറ്റപ്പിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ പല്ലവി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ പല്ലവി പറഞ്ഞത് നീ എവിടെ പോയാലും കുറേ വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു വ്ളോഗ് പോലെ ഉണ്ടാക്കിയിട്ട് നോക്കുക എന്നുള്ളൊരു സീൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് മറ്റേ ഷാഡ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്. പിന്നെ ഈ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. ഗൂഗിൾ മാപ്പിൻ്റെ ചതിച്ചാശാന എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ അവസ്ഥ. ഒരു 10-30 മിനിറ്റായി നടക്കുന്നത്, ഒരു സൺറൈസ് പോയിന്റിലേക്ക് നടക്കുന്നത്. എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ആൾക്കാർക്ക് ഒടുക്കത്തെ സ്പീഡാണ്. നമ്മളെത്ര നടന്നാലും ഇവരുടെ ഒപ്പം നമുക്ക് പിടിച്ചെത്താൻ പറ്റില്ല. ഇപ്പോൾ കണ്ടപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് നടക്കുന്നത്, പക്ഷേ പുറകെ പോണ ആള് സിമ്പിളായിട്ട് എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നപ്പോൾ കണ്ടോ. അതാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവർ പണ്ട് തൊട്ടേ നല്ല നടപ്പിൻ്റെ ആൾക്കാരാണ്. അതുമില്ല, ഓവർടേക്ക് ചെയ്ത് പോയി. ഇത് അടുത്ത ആൾ പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ. വന്ന് നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. നീ അറിയാൻ പാടില്ല നീ എങ്ങോട്ടേക്കാണ് ഗൂഗിൾ മാപ്പിനെ കൊണ്ടുപോകണമെന്ന് ഒരു പിടിയില്ല. നോക്കാം. ഗൂഗിൾ മാപ്പ് അവസാനം എന്നെ ഒരു ആളൊഴിഞ്ഞ ഏതോ ഒരു സ്പോട്ടിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നോക്കാം. ഇനി സൺറൈസിന് ഏകദേശം ഒരു 1 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കാം.
നോക്കാം നമുക്ക് ലക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഈ ഇവിടുത്തെ ഈ റോഡൊക്കെ ഈ വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഈ സ്ഥലമൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വാർഫാണ് ഇതെന്തോ ഉരുവോ എന്തൊക്കെ കിടക്കുന്നുണ്ടോ ഇവിടെ, സ്പീഡ് ബോട്ടോ എന്താണ്ടൊക്കെ. അവസാനം ഗൂഗിൾ മാപ്പ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ട് ഇവിടെ നിന്ന് നോക്കിക്കോളാൻ പറഞ്ഞു സൺസെറ്റ് വരുമെന്ന്. പക്ഷേ എനിക്കതിലൊരു വിശ്വാസമില്ല. അവിടെ ചുമ്മാ ഒരു നാട്ടിലത്തെ ഒരു കടവ് പോലത്തെ സ്ഥലമായിരുന്നത്. അപ്പോൾ പിന്നെ ആ പ്ലാൻ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് തിരിച്ച് ഞാൻ ടവർ ബ്രിഡ്ജിലേക്ക് വന്നു. ഇനി അങ്ങോട്ട് കുറച്ച് ടവർ ബ്രിഡ്ജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കുറച്ച് വീഡിയോസാണുള്ളത്. അത് എനിക്ക് ഫൈനലായിട്ട് ഒരു ഇതെടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ ഓഫായി പോയി. അപ്പോൾ അവിടെ വെച്ച് ഈ വീഡിയോ അവസാനിക്കുകയാണ്.